ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്ക് പുതിയ 4 അതിഥികൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കറവ പശുക്കളാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മുടെ വാട്സാപ്പിൽ അയച്ച് തന്ന് നമ്മളതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പശുക്കൾ എത്തിയിട്ടുള്ളത്. 4 നല്ല കറുപ്പ് പശുക്കളാണ്. നല്ല വട്ടമടിയോട് കൂടിയിട്ടുള്ള പശുക്കളാണ്. കാമ്പായാലും നല്ല നീളത്തിലുള്ള കാമ്പാണ്. ചവിട്ട് കുത്ത് യാതൊരുവിധ ബഹളങ്ങളും ഇല്ല. പാവം പശുക്കളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത് അതിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വരുന്നതിനൊപ്പം വീഡിയോ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഗ്രൗണ്ടിന് അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കാണാം. അഥവാ എന്താ പറയുക, ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ സൗകര്യം തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പശുക്കൾ 4 വന്നിട്ടുള്ളത്. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ല വട്ടമടിയോട് കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള പശുക്കളാണ്. ഇതൊരു ഫാം ഒഴിയിപ്പിച്ചപ്പോൾ നമ്മുടെ അടുത്ത് നമ്മൾ മേടിച്ചതാണ്. അല്ലാതെ നമ്മൾ വരവ് പശുക്കളെന്നൊന്നും കൊണ്ടു വിൽക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതൊരു നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഫാം ഒഴിയിപ്പിച്ചപ്പോൾ നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാണ്. ഫാം പശുക്കളാണ്. നല്ല പാവം പശുക്കളാണ് കേട്ടോ. കാരണം വന്നിട്ട് ഞാൻ വെള്ളം കൊടുത്തു, പുല്ലിട്ട് കൊടുത്തു, ഒക്കെയും ചെയ്തു. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഒരു പരിചയക്കുറവോ അല്ലെങ്കിൽ ചില പശുക്കളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാവും. ഒരു 2 ദിവസത്തേക്ക് അവർ ഭയങ്കര കരച്ചിലുകൊണ്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ഇവരങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. വന്നു, വെള്ളം കൊടുത്തു, അഥവാ വെള്ളം തട്ടിക്കളയുക, അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അവർ വന്നു, വെള്ളം കുടിച്ചതാ, ഞങ്ങൾ കുളിപ്പിച്ച് നല്ല സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. നമ്മൾ ഫുൾ ഗ്യാരണ്ടിയാണ്. അടുത്തത് വന്നിട്ടുള്ളത് ഈ ഒരു പശുവാണ്. ഇവൾ നല്ല വലിയൊരു പശുവാണ്. ഫുള്ള് ബ്ലാക്കാണ്. നല്ല വട്ടമടിയോട് കൂടിയുള്ള പശുവാണ്. നമ്മൾ കറന്നു കഴിഞ്ഞു കേട്ടോ വരണേ. അതുകൊണ്ടാണ് മടി ഒട്ടിക്കെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് മടിയായിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പേഴ്സണലായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്കുന്നതിന് മുന്നേ ഉള്ള വീഡിയോ എടുത്തിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു പശു വന്നിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള പശുവാണ്. നല്ല കാമ്പായാലും നല്ല നീളത്തിലുള്ള കാമ്പാണ്. അതുകൊണ്ട് തന്നെ കറക്കാൻ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിരുന്ന് കറക്കാട്ടോ. ഒരു ശല്യവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കറക്കാം. ഒരു പ്രശ്നവും ഒരു പരിചയക്കുറവോ അല്ലെങ്കിൽ കറക്കുമ്പോൾ തട്ടേ മുട്ടേ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു പശു എന്ന് പറയുന്നത്. അപ്പോൾ അവൾ നല്ല വലിയ പശുവാണ്. പാലിൻ്റെ കാര്യങ്ങളൊക്കെ ആൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് നിങ്ങളായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഒക്കെ 6 ലിറ്ററിന് മേലെ പാല് കിട്ടുന്ന പശുക്കളാണ് 4 പേരും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു പശുവാണ്. ഇവളായാലും നല്ല വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള പശുവാണ്. കാമ്പായാലും സെയിം നല്ല നീളത്തിലുള്ള കാമ്പാണ്. നല്ല വട്ടമടിയോടുള്ള കാമ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവരിനൊക്കെ കറന്ന് വിട്ടേക്കാണ്. അതുകൊണ്ടാണ് കാമ്പൊന്നും അകട്ട് ശരിക്കും കാണാത്ത. അകട്ട് ശരിക്കും കാണണം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കറക്കുന്നതിന് മുന്നുള്ള വീഡിയോ അല്ലെങ്കിൽ ഉച്ച ശേഷം കറക്കുന്നതിന് മുന്നുള്ള വീഡിയോ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും. നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ കറവ പശുക്കളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന് ശേഷം മാത്രമേ നമ്മൾ പശുക്കളെ തരുള്ളൂ. യാതൊരുവിധ പേടിയും വേണ്ട കേട്ടോ. ഒന്ന് പറ്റിക്കുക അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് വന്നിട്ടുള്ള 4 പശുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കറക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. നമ്മളിവിടെ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കറക്കാറുള്ളത്. ഏറ്റവും നല്ലതാണ് കേട്ടോ നെയ്യ് ഉപയോഗിച്ച് കറക്കുന്നത്. മറ്റുള്ള എണ്ണകളും വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അകട്ടിൽ കുനുപ്പ് വരാൻ സാധ്യത കൂടുതലാണ്. നെയ്യ് യൂസ് ചെയ്ത് കറക്കുകയാണെങ്കിൽ നമ്മുടെ അഥവാ കുനുപ്പുണ്ടെങ്കിൽ കൂടി പെട്ടെന്ന് അത് മാറാൻ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് കറക്കുന്നത്. അപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് കറക്കുന്നത് എന്നൊക്കെ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് കറക്കുന്നത്. പിന്നെ കഴുകുന്നതായാലും നമ്മൾ സ്ക്രബ് എന്താ പറയുക, ഈ തൊഴുത്തിൽ പശുക്കളെ കഴുകുന്ന ഒരു സ്ക്രബ് കിട്ടും. അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കഴുകി വൃത്തിയാക്കുന്നതും
നമ്മൾ 2 നേരം പശുക്കളെ കുളിപ്പിച്ചിടും കേട്ടോ. 2 നേരം കുളിപ്പിച്ച് 2 നേരം വെള്ളം കൊടുത്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പച്ചവെള്ളം അടിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ള 2 പേരെ കറന്ന് കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അടുത്ത 2 പേരെയും കറക്കാനുള്ള വെള്ളം ഇതൊക്കെ കൊണ്ടുവച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ 2 പേരെയും കറന്നു കഴിഞ്ഞാൽ ഇവരുടെ മടിയും വറ്റിപ്പോകും. അപ്പോൾ അതാണ് ഇനി അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, ഉപകാരപ്രദമായി എങ്കിൽ നമ്മളതിനെ വിളിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ.